ഹലോ, വെൽക്കം ബാക്ക് ടു ഇഗ്നോ പൾസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എക്സ്ക്ലൂസീവ്ലി ഫോർ പി എസ് സി, യു പി എസ് സി അതുപോലത്തെ ഗവൺമെൻറ് എക്സാംസൊക്കെ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. +2 കഴിഞ്ഞ ഉടനെ ഈ പി എസ് സി ഒക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതേപോലെ +2 കഴിഞ്ഞ് ഒരുപാട് വർഷമായി ഇതുവരെ ഒരു കോഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ പി എസ് സി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ നിങ്ങൾ ലൈഫിൽ ലേറ്റായിട്ടൊക്കെ ഡിസിഷൻ എടുക്കുന്ന ഒരാളാണെങ്കിൽ, പല സാഹചര്യങ്ങൾ കൊണ്ടും പഠിത്തം മുടങ്ങിയവരുണ്ടാവും. അതല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളൊരു ജോബിനൊക്കെ കയറി നിങ്ങൾക്ക് ഹയർ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇതിൽ കോഴ്സ് എടുക്കണം, അങ്ങനെയുള്ള വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇഗ്നോ എന്ന് പറയുന്നത്. ഇപ്പം ഗവൺമെൻറ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കുള്ളൊരു ബെനിഫിറ്റ്, അവർക്കുള്ളൊരു ഡൗട്ടായിരിക്കും ഈ പറഞ്ഞ ഈ ഇഗ്നോയിൽ വരുന്ന കോഴ്സുകളൊക്കെ UGC അപ്രൂവ്ഡ് ആണോ, പിന്നീട് നമ്മൾ പി എസ് സി എഴുതുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ നേരിടേണ്ടി വരുമോ എന്നുള്ളത്. UGC അപ്രൂവ്ഡ് ആണ്. നിങ്ങൾ പി എസ് സിക്കൊക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടില്ലാണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ നമ്മൾ ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ റെഗുലർ ക്ലാസ്സിന് പോകണ്ട. അപ്പം അത്രയും ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ പ്രിപ്പറേഷന് വേണ്ടി നിങ്ങൾക്ക് മാറ്റി വയ്ക്കാനായിട്ട് പറ്റും. റെഗുലർ കോളേജിൽ പോയിട്ട് ടൈം കളയണ്ട എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഫീസ് കമ്പയർ ചെയ്യുകയാണെങ്കിലും കുറവാണ് ഇഗ്നോയിൽ. പിന്നെ അതേപോലെ നമ്മളടുത്ത എക്സാം സെൻറ്റേഴ്സൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ 3 റീജിയണൽ സെൻറ്റേഴ്സ് ഉണ്ട്: ട്രിവാൻഡ്രം, കൊച്ചി, വടകര. അപ്പം ഇതിലൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുത്തിട്ട് പഠിക്കാം. പിന്നെ മറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. അപ്പം അസൈൻമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസൈൻമെൻറ്റ് മാർക്കും കൂടി നമ്മൾ എഴുതുന്ന എക്സാമിലോട്ട് വരും. അപ്പം അങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതേപോലെ എക്സാംസ് ഇയർലി വരുന്നുണ്ട്. ജൂൺ ഡിസംബർ സെക്ഷനിലാണ് എക്സാം വരുന്നത്. അതിന് മുന്നേ നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം. അപ്പം ഓവറോൾ നോക്കുകയാണെങ്കിൽ ഫ്ലെക്സിബിളാണ് നിങ്ങൾക്ക്. നിങ്ങളിപ്പം അത്രയും പി എസ് സി ടഫായിട്ടുള്ളൊരു കാര്യം പഠിക്കുമ്പോൾ, ഇപ്പോൾ പി എസ് സി യു പി എസ് സി മാത്രമല്ല, അതേപോലെ CA CMA SSC ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു ഡിഗ്രി എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനെ എടുക്കുന്നവർക്ക് ഇഗ്നോ ഡിഗ്രി ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഫ്ലെക്സിബിളാണ്, മെയിനായിട്ട് അതാണ് പറയാനുള്ളത്. ഫ്ലെക്സിബിളാണ്, നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നിലവിൽ ഡിഗ്രീസൊക്കെ 4 ഇയർ ആണല്ലോ. അപ്പം 4 ഇയർ ഡിഗ്രി നമ്മൾ 6 ഇയേഴ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പം അത്രയും ഫ്ലെക്സിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ വർഷത്തിൽ 2 തവണയുള്ള എക്സാം വരുന്നത്. അപ്പം ആ സമയത്ത് നമുക്ക് പഠിച്ചാൽ മതിയാവും. നിങ്ങൾക്ക് അത്യാവശ്യം വായിച്ച് മനസ്സിലാക്കി പെട്ടെന്ന് തലയിൽ കയറുന്ന ഒരാളാണെങ്കിൽ എക്സാമിൻ്റെ ടൈം ആകുമ്പോഴൊക്കെ പഠിച്ചാൽ മതി. ഒരുപാട് കോഴ്സ് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. UG ആയിട്ടും PG ആയിട്ടും ഡിപ്ലോമ കോഴ്സുകളായിട്ടും ഇനിയിപ്പോൾ PhD ആയിട്ടും നമ്മൾ ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും വാലിഡിറ്റീൻ്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല. UGC അപ്രൂവ്ഡ് ആണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇഗ്നോയിലൊരു കോഴ്സ് എടുക്കാം. അതേപോലെ തന്നെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരാൻ ഒരുപാട് ലാഗ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് റിസൾട്ട് വരും. പല യൂണിവേഴ്സിറ്റിയും ഇപ്പോഴും റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് സ്റ്റുഡൻസ്. അപ്പം അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഇഗ്നോയിലില്ല. അപ്പം ഇനിയും ഇതുപോലെ PSC UPSC ഒക്കെ ആഗ്രഹിച്ച് നടക്കുന്നവർ നിങ്ങളുടെ സമയം ഒരു റെഗുലർ കോളേജിൽ പോയിട്ട് കളയണ്ട. ആ സമയം നിങ്ങളുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം പിന്നെ കൂടുതലായിട്ട് ഇതിങ്ങനെ വായിച്ച് നോക്കണം, ഇതിൽ പ്രോസ്പെക്ടേഴ്സ് നോക്കണം, ഇഗ്നോയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, അത് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഇഗ്നോയിൽ അഡ്മിഷനൊക്കെ നടക്കുന്ന സമയമാണ്. ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം, ഹെൽപ്പ് ചെയ്യാം. നമ്മളെ സ്റ്റുഡൻസ് ആവും, നമ്മളടുത്ത് അഡ്മിഷൻ എടുത്ത് നമ്മുടെ സ്റ്റുഡൻസാണ്. പിന്നീട് അങ്ങോട്ട് നിങ്ങൾ ആ ഇഗ്നോ ജേർണി കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഇതുപോലത്തെ ഇഗ്നോ കോണ്ടൻസിനായിട്ട് നമ്മൾ ഫോളോ ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.